Today, our topic is ozone layer depletion. It may be noted that one chlorine atom can destroy 10 raised to 5 ozone molecules. അതായത് ഒരു ക്ലോറിൻ ആറ്റം മൂലം 10 raised to 5 ഓസോൺ മോളിക്യൂൾസ് നശിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ റെഫ്രിജറൻസ് യൂസ് ചെയ്യുന്നു. ആ റെഫ്രിജറൻസിൽ ക്ലോറിൻ ബേസ്ഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആണ് എങ്കിൽ എത്ര എമൗണ്ട് ഓസോൺ മോളിക്യൂൾസിന് അതുമൂലം ഹാംഫുൾ ആണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതിയാവും. അപ്പോൾ ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ ഈസ് കോൾഡ് ODP. അപ്പോൾ ഒരു റെഫ്രിജറൻ്റ് എടുക്കുകയാണെങ്കിൽ ആ റെഫ്രിജറൻ്റ് ഓസോൺ ലെയറിനെ നശിപ്പിക്കാനുള്ള അതിൻ്റെ എബിലിറ്റി അതിനെയാണ് നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ ODP എന്ന് പറയുന്നത്. ODP 0 എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നില്ല എന്നാണ്. ODPയുടെ വാല്യൂ കൂടുക മീൻസ് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ റെഫ്രിജറൻ്റ് മൂലം ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. ഓസോൺ ഡിപ്ലീഷൻ ഈസ് എ മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം because it increases the amount of UV radiation from the sun that reaches Earth's surface, which increases the rate of skin cancer, eye cataracts and genetic and immune system damage. അപ്പോൾ ഓസോൺ ലെയർ നശിക്കുന്നത് മൂലം UV റേഡിയേഷൻസ് സൂര്യനിൽ നിന്നും എർത്തിലേക്ക് എത്തുന്നു. ആ UV റേഡിയേഷൻസ് നമുക്ക് ഹാംഫുൾ ആണ് ഹ്യൂമൻസിന്. അപ്പോൾ അത് ഹ്യൂമൻസിന് ജനറ്റിക് ഡിസോർഡർ കൊണ്ടുവരാം, അതല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ, ഐ കാറ്ററാക്ട് തുടങ്ങി ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകാത്ത ODP വളരെ കുറഞ്ഞ റെഫ്രിജറൻ്റാണ് സ്യൂട്ടബിൾ. The CFC refrigerants such as R11 and R12 has the highest ODP value, that is 1. അപ്പോൾ R11, R12 റെഫ്രിജറൻ്റ് ഹയർ ODP വാല്യൂ ആണ്. ആ ODP വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇറ്റ് മീൻസ് അത് ഓസോൺ ഡിപ്ലീഷന് കാരണക്കാരാണ് R11ഉം R12ഉം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റെഫ്രിജറൻസിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണം നമ്മൾ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ. ആ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദ HCFC refrigerants have a relatively low ODP. That is R22 has ODP value 0.05. R123 has ODP value 0.02. അപ്പോൾ HCFC റെഫ്രിജറൻസും ODP വാല്യൂ ഉണ്ട്, പക്ഷെ അത് റിലേറ്റീവ്ലി ലോ ആയിരിക്കും ആസ് കമ്പയർഡ് ടു CFC റെഫ്രിജറൻസ്. Then the HFC refrigerants do not cause any ozone depletion. അതിന് എക്സാമ്പിൾസ് ആണ് R134A. R134A has 0 ozone depletion potential value. അപ്പോൾ R134Aയുടെ വാല്യൂ ODP വാല്യൂ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് അത് ലീക്കേജ് ഉണ്ടായാലും വലിയ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റേഴ്സിലും ഫ്രീസറിൽ അതുപോലെ തന്നെ കൂളേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് മീൻസ് ദ ഇൻക്രീസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത്. ഇന്ന് എർത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഗ്ലോബൽ വാർമിംഗ്. പലരും കണ്ടുണ്ടാകും, പല സ്ഥലങ്ങളിലെയും ഗ്ലേഷ്യേഴ്സ് അതൊക്കെ ഉരുകി വരുന്നു. അത് ആവറേജ് എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. അതിന് കാരണം പൊല്യൂഷനും മറ്റു കാരണങ്ങളുമാണ്. എന്നിരുന്നാലും റെഫ്രിജറൻ്റ് സൈഡിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ടോ? ദ കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആർ ഇൻക്രീസ് ഇൻ CO2 കോൺസെൻട്രേഷൻ, NO2 എമിഷൻ ആൻഡ് ദ യൂസ് ഓഫ് CFC റെഫ്രിജറൻസ്. അപ്പോൾ CFC റെഫ്രിജറൻസ് മൂലം ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. So, the ability of a substance to contribute to global warming is measured by global warming potential GWP. അപ്പോൾ ഓസോൺ ഡിപ്ലീഷന് അതിൻ്റെ എബിലിറ്റിയെ നമ്മൾ ODP എന്ന് പറയുന്നു. അതുപോലെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന അതിൻ്റെ എബിലിറ്റീനെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP എന്ന് വിളിക്കും. GWP for R22 equal to 100 and GWP for CO2 equal to 1. Due to this reason, there is a concern about these refrigerants. അതായത്
ഈ GWP വാല്യൂ കൂടിയ റെഫ്രിജറൻസ് ആണെങ്കിൽ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരാണ്. അപ്പോൾ അത്തരം റെഫ്രിജറൻസ് ഒന്നുകിൽ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട്സ് യൂസ് ചെയ്യുക. ഈ കാണുന്ന പല റെഫ്രിജറൻറ്റും അതിൻ്റെ ODP വാല്യൂവും GWP വാല്യൂ ആണ്. അതിൽ R11, R12 അതൊക്കെ ODP വാല്യൂവിലും അതുപോലെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിലും മുൻപിലാണ്. ദെൻ R134A എടുക്കുകയാണെങ്കിൽ R134Aയുടെ ODP വാല്യൂ കുറവാണ്, ഗ്ലോബൽ വാർമിങ്ങിനും അത് കാരണക്കാരാകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് കുറവാണ്. ദെൻ ODP വാല്യൂയും GWP വാല്യൂയും കുറവുള്ള റെഫ്രിജറൻസ് ഉണ്ട്. R717, R744, R718. ഇപ്പം നമ്മൾ എയറോ അല്ലെങ്കിൽ വാട്ടറോ യൂസ് ചെയ്യുന്ന കേസിൽ ODPയും GWPയും വാല്യൂ ഒക്കെ 0 ആയിരിക്കും. പക്ഷെ നമുക്കത് എല്ലാ കേസിലും യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ODP വാല്യൂ കുറവും GWP വാല്യൂ കുറവുമുള്ള റെഫ്രിജറൻസ് ആയിരിക്കണം കൂടുതൽ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ എക്കോ ഫ്രണ്ട്ലി റെഫ്രിജറൻസ്, ഈ കാണുന്ന റെഫ്രിജറൻസ് എല്ലാം എക്കോ ഫ്രണ്ട്ലി റെഫ്രിജറൻസ് ആണ്. ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ്, അമോണിയ റെഫ്രിജറൻസ്, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ വാട്ടർ, എയർ. നമുക്കറിയാം വാട്ടറും എയറും റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് OWP അല്ലെങ്കിൽ ODP അതുപോലെ GWP ഈ രണ്ട് പാരാമീറ്ററും 0 ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യുന്നതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ് ഓൺവാർഡ്സ് we will discuss multi compressor and multiple evaporator systems. Thank you.